ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചടങ്ങ് നടക്കട്ടെ. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥയിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള മനോബലം എനിക്കില്ല. അച്ഛൻ അച്ഛന്റെ മക്കൾക്ക് വേണ്ടി ചെയ്തത് എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ള അവകാശം എനിക്കില്ലേ? അതുമാത്രമല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഈ ചടങ്ങിൽ നിന്ന് അച്ഛൻ ഇറങ്ങിപ്പോയത് ഞങ്ങളെ എന്തുമാത്രം തകർത്ത് കളഞ്ഞുവെന്ന് അച്ഛൻ അറിയാമോ? ഇനി ഞങ്ങളെ ഇങ്ങനെ തോൽപ്പിക്കില്ല അച്ഛ. അച്ഛന്റെ മകനാണ് ഞാൻ. അച്ഛന്റെ അതേ രക്തവും വീര്യവും തന്നെയാ എന്റെ ഉള്ളിലുള്ളത്. അതേ രക്തം തന്നെയാ അർച്ചനയുടെ വയറ്റിലുള്ള ഈ കുഞ്ഞിനും. പൈതൃകം എന്ന് പറയുന്നത് ഒരു തുടർച്ചയാ. ഇത്രയും അറിവും ലോകപരിചയമുള്ള അച്ഛന് അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? മുത്തശ്ശനിൽ നിന്ന് അച്ഛനിലേക്കും, അച്ഛനിൽ നിന്ന് എന്നിലേക്കും, എന്നിൽ നിന്ന് എന്റെ കുഞ്ഞിലേക്ക് ഒഴുകുന്ന ഒരു പൈതൃകം, അതിനേക്കാൾ മഹത്തരമായി ഈ ലോകത്ത് വേറെ എന്താ ഉള്ളത്? ആ പൈതൃകത്തെ നിഷേധിക്കാൻ അച്ഛന് കഴിയോ? പിന്നെ എന്തിനാ അച്ഛാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തേ? ഇതിനേക്കാൾ കൂടുതലായി എനിക്കൊന്നും പറയാനില്ല. അച്ഛന് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാം. അച്ഛനില്ലാതെ ഈ ചടങ്ങ് വേണ്ടെന്ന അർച്ചനയുടെ തീരുമാനം. സേതുട്ടാ, കുഞ്ഞുങ്ങളുണ്ടാവാതിരുന്ന നമ്മുടെ മക്കൾക്ക് കിട്ടിയ മഹാഭാഗ്യം ഇത്. ഇവർക്കൊരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി നമ്മളൊക്കെ എത്രമാത്രം പ്രാർത്ഥിച്ചതാ, ആഗ്രഹിച്ചതാ സേതുട്ടാ. അതൊക്കെ സേതുട്ട മറന്നുപോയോ? ഈ വീട്ടിൽ ഇങ്ങനെ ഒരു നിമിഷം ഉണ്ടാവാൻ വേണ്ടി നമ്മളൊക്കെ എത്രമാത്രം കൊതിച്ചിട്ടുണ്ട് സേതുട്ട. എത്രയോ കാലം കാത്തിരുന്ന് നമുക്ക് കിട്ടിയ നിധിയല്ലേ ഈ കുഞ്ഞ്. അന്ധവിശ്വാസത്തിന്റെ പേരിൽ ആ കുഞ്ഞിനോട് എന്തിനാ ഇങ്ങനെ വെറുപ്പ് കാണിക്കുന്നത്? എന്റെ അച്ഛമോൾ എപ്പോഴും പറയും, സേതുവേട്ടൻ അവളുടെ സ്വന്തം അച്ഛനാന്ന്. അത്രയ്ക്ക് അവൾ സ്നേഹിക്കുന്നുണ്ട് സേതുവേട്ടനെ. അവരുടെ സന്തോഷമല്ല സേതുവേട്ട നമുക്ക് ഏറ്റവും വലുത്. അവരുടെ അല്പം ദയ കാണിച്ചൂടെ? എല്ലാവരും കൂടി സെന്റ് ഡയലോഗ്സ് അടിച്ച് ഇപ്പൊ തന്നെ കിളവന്റെ മനസ്സ് മാറ്റുന്ന ലക്ഷണമാ. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കമലെടുത്തി ഒരു കാര്യം മനസ്സിലാക്കണം. അച്ഛന് ആരോടെങ്കിലും വെറുപ്പോ ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. സ്വന്തം സങ്കടം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ അല്ലേ അച്ഛാ? അച്ഛന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെക്കുറിച്ച് എല്ലാവർക്കും ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചൂടെ?
ഈ വീട്ടിൽ ഇത്രയും കാര്യങ്ങൾ നടന്നു. ഇപ്പോ ഫാക്ടറിയിൽ തീപിടുത്തം ഉണ്ടായി. ഫയർഫോഴ്സ് തീയണച്ചെങ്കിലും അച്ഛന്റെയും ഞങ്ങളുടെ എന്ന നെഞ്ചിൽ അതിന്റെ കനൽ അണഞ്ഞു തീർന്നിട്ടില്ല. ആശുപത്രിയിൽ വെച്ച് പത്രക്കാരോടും നാട്ടുകാരോടൊക്കെ സമാധാനം പറയേണ്ടി വന്നത് അച്ഛനാ. അവരെല്ലാം കൂടി അച്ഛനെ എത്രമാത്രം വിഷമിപ്പിച്ചു എന്നറിയോ? സച്ചിയാർച്ചനൊക്കെ അത് കണ്ടതാണല്ലോ. ഒന്നിനു പിറകെ ഒന്നായി ഓരോരോ ദുരനുഭവങ്ങളും നഷ്ടങ്ങളും തേടി വരുമ്പോ ആരായാലും ഈ ഒരു അവസ്ഥയിലായി പോവും. നിങ്ങള് ഈ ചടങ്ങ് നടത്തുന്നതിൽ എനിക്ക് ഒരു പരാതിയില്ല. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്റെ മനസ്സമാധാനത്തിന് വേണ്ടിയാ. അല്ലാതെ നിങ്ങളോട് ആരോടുള്ള ദേഷ്യം കൊണ്ടോ വിരോധം കൊണ്ടോ അല്ല. ചടങ്ങ് നടക്കട്ടെ. പക്ഷേ ഇപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥയിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള മനോബലം എനിക്കില്ല. എല്ലാവരും എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. സച്ചേട്ടോ, ഞാൻ ഇറങ്ങിപ്പോയതായിരുന്നല്ലോ നിങ്ങളുടെ പ്രശ്നം. ഇപ്പൊ ഞാൻ തിരിച്ചു വന്നില്ലേ? ഇനി നിങ്ങൾ ഈ ചടങ്ങ് നടത്തിക്കോളൂ. പക്ഷേ എന്നെ നിർബന്ധിക്കരുത്. അച്ഛാ, ഇതെന്റെ അപേക്ഷ. മോളെ,